ആലപ്പുഴയിലെ കടൽ കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലുള്ള കണിച്ചുകുളങ്ങര ഗ്രാമത്തിനടുത്തുള്ള ഒരു കടലോര പ്രദേശമാണ് ചെത്തി. ചെത്തി മിനി ഫിഷിംഗ് ഹാർബർ എന്നാണ് അറിയപ്പെടുന്നത്. ആലപ്പുഴയിൽ നിന്നും 17 കിലോമീറ്ററും ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 11 കിലോമീറ്ററും ദൂരത്തിലാണ് ഈ ചെത്തി ബീച്ച് സ്ഥിതി ചെയ്യപ്പെടുന്നത്. കാഴ്ചയുടെ മനോഹാരിത നിറഞ്ഞ ഒരു തീരം, അതാണ് ചെത്തി. ഇവിടെ കൂടുതലും മത്സ്യബന്ധനമാണ് ഇവിടെ നടക്കുന്നത്. ഒത്തിരി ഫോറിനേഴ്സും അതുപോലെ ബീച്ച് കാണാനും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. എന്നാലും കൂടുതലും ഇവിടെ നടക്കുന്നത് മത്സ്യബന്ധനമാണ്. കണ്ടോ, ധാരാളം പൊന്തുവള്ളങ്ങളും അതോടൊപ്പം തന്നെ മീൻ പിടിക്കുന്ന വള്ളങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. രാവിലെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഒരു 12 മണി വരെ നമ്മൾക്ക് ഈ കാഴ്ചകൾ അവിടെ കാണുവാൻ സാധിക്കും. ധാരാളം വള്ളങ്ങൾ പോയി ധാരാളം മീൻ പിടിച്ചുകൊണ്ട് വന്ന് അത് കച്ചവടം നടത്തുക, അതാണ് ഇവരുടെ ഉപജീവന മാർഗം. കണ്ടോ, ഈ കൊട്ടകൾ നിറയെ ഇങ്ങനെ മീൻ വള്ളത്തിൽ നിന്നും അവരെടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഒരാൾ ലേലം വിളിക്കും. എന്നിട്ട് അത് നമ്മൾ കൊട്ടക്കണക്കിനാണ് വാങ്ങിക്കുന്നത്. അത് ഹോട്ടലുകാർക്കും അതുപോലെ മത്സ്യം വിൽക്കുന്നവർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമാണത്. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ വീട്ടാവശ്യത്തിനൊക്കെ നമ്മൾക്ക് വാങ്ങിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ അവർ കൊട്ടക്കണക്കിനാണ് അവർ ലേലം വിളിക്കുന്നത്. അതനുസരിച്ച് അവർ കൊടുക്കത്തുള്ളൂ, കുറേശ്ശെ അവർ കൊടുക്കത്തില്ല. കുറേശ്ശെ നമ്മൾക്ക് വേണമെങ്കിൽ കൂടുതൽ മേടിക്കുന്നവരോട് വേണം നമ്മൾ കുറേശ്ശെ വാങ്ങിക്കാം. അപ്പം നമ്മൾക്ക് വില കൂടും. എന്നാലും നമ്മൾക്ക് വില കൂടിയാലും വേണ്ടില്ല, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനം. കണ്ടോ, ഇതാണ് ചെത്തി ബീച്ച്. മിക്ക സമയത്തും ഇവിടെ ചാകര ഉണ്ടാകാറുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് ഇവിടെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് അനിയത്തിപ്രാവ് സിനിമയിലെ ഷൂട്ടിംഗ് നടന്നത് ഇവിടെയാണ്. അവിടെ ഒരു കുരിശടിയുണ്ട്. അത് നമുക്ക് അനിയത്തിപ്രാവ് എന്ന സിനിമയിൽ നമുക്കത് കാണുവാൻ സാധിക്കും. വളരെ മനോഹാരിത നിറഞ്ഞ ഒരു ബീച്ചാണ് ആലപ്പുഴയിലെ ചേർത്തല താലൂക്കിലെ ഈ ചെത്തി ബീച്ച്. മാരാരിക്കുളത്തിനും അർത്തുങ്കലിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഇത്. തിരക്ക് കുറഞ്ഞ ബീച്ച് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ചെത്തി ബീച്ചിൽ പോകണം. നമുക്ക് മത്സ്യബന്ധനവും കാണാം, അതുപോലെ നമ്മൾക്ക് മീനും വാങ്ങിക്കാം, അതുപോലെ നമ്മൾക്ക് ബീച്ച് ആസ്വദിക്കുകയും ചെയ്യാം. ധാരാളം ഫോറിനേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഫോറിനേഴ്സൊക്കെ ഫോട്ടോ എടുക്കുന്നതും അവരെ ആസ്വദിക്കുന്നതും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കും. കണ്ടോ, ഇതുപോലെ കൊട്ടക്കണക്കിന് മീനാണ് അവർ ധാരാളം മീൻ വള്ളത്തിൽ മത്സ്യബന്ധന വള്ളത്തിൽ പിടിച്ചുകൊണ്ട് വന്ന് അവരിതുപോലെ കരയ്ക്കടുപ്പിച്ച് വള്ളത്തിൽ അവർ ചുമന്നുകൊണ്ട് വന്ന് കരയ്ക്കടുപ്പിച്ച് അവർ ലേലം വിളിക്കുക, ഒന്നിച്ചു കൊടുക്കുക. അതാണ് വളരെ റിസ്ക്കുള്ള ഒരു ജോലിയാണല്ലേ ഇത്. കണ്ടോ, ആ കടലിൻ്റെയൊക്കെ ആ തക്കമനുസരിച്ച് ഇപ്പം കണ്ടോ, തിരമാല കൂടുതലാണെങ്കിൽ ഭയങ്കര പാടായിരിക്കുമല്ലേ ഇവർക്കൊക്കെ. അവരുടെ ഒരു ഉപജീവന മാർഗമാണിത്. വളരെ റിസ്ക്കുള്ള ജോലിയാണ്. എന്നാലും നമ്മൾക്ക് ഫ്രഷായിട്ടുള്ള മീനൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ നമ്മൾക്കത് ഒത്തിരി വില കുറച്ച് കിട്ടത്തില്ല. അവരിങ്ങനെ കൊട്ടക്കണക്കിന് നമുക്ക് കൊടുക്കുന്ന കാരണം അത് ബണ്ടിലായിട്ട് നമ്മൾ എടുക്കണം. അത് നമ്മളുടെ വീട്ടാവശ്യത്തിന് അത് കൂടുതലാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ കൂടുതൽ വാങ്ങിക്കുന്നവരോട് വേണം നമ്മൾ കുറച്ച് വാങ്ങിക്കാണ്ട്. അപ്പം നമ്മൾക്ക് കുറച്ച് വില കൂടിയാലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചില സമയത്ത് നമ്മൾക്ക് ഈ പൊന്തുവെള്ളമൊക്കെ ചെറിയ വെള്ളങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കണ്ട കൂട്ടം കൂടി നിൽക്കുന്ന ലേലം വിളിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്. കണ്ടോ, അത് വലിയ വലിയ കടക്കാരും അതുപോലെ ഹോട്ടലുകാർ അതുപോലെ കച്ചവടക്കാർ അങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് ഒന്നിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. കാണുവാനായിട്ട് വളരെ രസമാണ്. നമ്മൾക്ക് അവിടെ പോകുന്നുണ്ട് ഇത് ആസ്വദിക്കുവാനായിട്ട്. കണ്ടോ, ഒരു വള്ളം മുഴുവൻ നമ്മൾ കൊക്കുകൾ ഏറ്റെടുത്തിരിക്കുക. അവരും മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കാഴ്ചയാണത്. കണ്ടോ, ഇത്ര മനോഹരമാണെന്ന് നോക്കുകയും
ഉണ്ടോ, അങ്ങങ്ങ് ദൂരെ കുറേ വള്ളങ്ങളങ്ങ് പോകുന്നു, കുറേ വള്ളങ്ങൾ അടുക്കുന്നു, മീൻ ചുമന്ന് കയറ്റുന്നു, അത് ലേലം വിളിക്കുന്നു, പിന്നെയും അവർ പോകുന്നു. അങ്ങനെ നമുക്കൊരു 12 മണി വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കണ്ടോ, പിന്നെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. കണ്ടോ, ഈ കിടക്കുന്നത് കണ്ടോ, അത് ടെട്രാപോഡ് കോൺക്രീറ്റ് ആണ്. കണ്ടോ, ഇതിൻ്റെ പേര് ടെട്രാപോഡ് കോൺക്രീറ്റ് എന്നാണ്. ഇത് ചെത്തിക്കടപ്പുറത്ത് ആണ് ഇതിൻ്റെ ഇത് ഉണ്ടാക്കുന്നത്. 12,000 ഓളത്തോളം പീസ് അവരുണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കടലാക്രമണത്തിൽ നിന്നും ആ അവിടെ താമസിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ്. ആ സാധനം ഇങ്ങനെ ഈ കരിങ്കല്ല് നിരത്തിയേക്കുന്നത് പോലെ അതിങ്ങനെ കടലിനോ തീരത്ത് ഇങ്ങനെ നിരത്തി വെക്കുകയാണെങ്കിൽ കടലാക്രമണത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയാണ് ആ പീസ്, ചെത്തിയിലാണ് ആ പീസ് ഉണ്ടാക്കുന്നത്, ടെട്രാപോഡ് കോൺക്രീറ്റ്. കണ്ടോ, ധാരാളം ബോട്ടുകൾ നമുക്ക് ഇതുപോലെ കാണുവാൻ സാധിക്കും. ഇങ്ങനെ അവർ കണ്ടോ, ചെറിയ ചെറിയ മീനുകളാണ് ഇത്. ഞങ്ങളും കണ്ടു മത്തി, ചെറിയ മത്തി, അതുപോലെ ചൂര, പിന്നെ പാമ്പാട, പിന്നെ നെയ്മീനൊക്കെ വരുമെന്ന് പറയുന്നു. വലിയ വലിയ നെയ്മീനും അതുപോലെ വലിയ വലിയ മീനുകളൊക്കെ കിട്ടും. ഇതൊക്കെ നമുക്ക് ബണ്ടിലായിട്ട് ആവശ്യമുള്ളവർക്ക് ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. അവരോടാണ് നമ്മൾ കുറേശ്ശെ വാങ്ങിക്കുന്നത്. നമ്മൾക്ക് അത്രയും ഒരു കൊട്ട മീനൊക്കെ നമ്മൾക്ക് ആവശ്യമില്ലല്ലോ. നമ്മൾക്ക് അത്രയും ലേലം വിളിച്ച് വാങ്ങിക്കുവാൻ, നമുക്കത് ഫ്രീസ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ നമ്മുടെ ഫ്രിഡ്ജിന് കുറവായിരിക്കും. അത് തന്നെ നമുക്ക് അത്രയും ആവശ്യമില്ല. നമ്മൾ അങ്ങനെ വാങ്ങിക്കുന്നവരോട് നമ്മൾ കുറേശ്ശെ വാങ്ങിക്കുക, അതാണ്. എന്നാലും നമ്മൾക്ക് ഐസ് ഇടാത്തതും അതുപോലെ തന്നെ മരുന്ന് ഒക്കെ തളിക്കാത്തതൊക്കെ മീൻ നമ്മൾക്ക് കൂട്ടുവാൻ സാധിക്കും. കണ്ടോ, ഇത്ര കൊട്ടകളായിരിക്കുന്നതെന്ന് നോക്കി. ധാരാളം ആൾക്കാരെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ബീച്ച് ആസ്വദിക്കുവാനും ധാരാളം ആൾക്കാർ അവിടെ വരാറുണ്ട്. തിരക്ക് കുറഞ്ഞ ബീച്ച് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ചെത്തി ബീച്ചിൽ തന്നെ പോകണം. മത്സ്യബന്ധനം ഇതുപോലെ കണ്ടോ, എന്തോരം മത്സ്യമാണ് ഇപ്പോൾ കൊട്ടയ്ക്കകത്തായിട്ടും പാത്രത്തിലൊക്കെ അവർ എടുത്തുകൊണ്ട് പോയി ഒന്നിച്ചിട്ടാണ് അവർ ലേലം വിളിക്കുന്നത്. കുറേശ്ശെ ഇപ്പോൾ ചിലവർക്കൊക്കെ ഇങ്ങനെ കൂട് കൊണ്ട് നിൽക്കുവാണെങ്കിൽ അവരെങ്ങനെ കുറേ കൂടുതലത്തേക്ക് ഇട്ട് കൊടുക്കും. അവിടെ ആ അയൽവാസികളായ ആൾക്കാർക്കൊക്കെ അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ കുറേശ്ശെ മീൻ കൊടുക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ വളരെ കണ്ണിന് കൗതുകമുള്ള വളരെ മനോഹാരിതമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ചെത്തി ബീച്ചിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നറിയാം, എന്നാലും ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുവാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. നല്ല രസമല്ലേ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട്. അതും ഐസിടാതെയും നല്ല ഫ്രഷായിട്ടുള്ള മീൻ കടലിൽ നിന്ന് പിടിക്കുന്നത് അതേ വഴി അവർ വള്ളത്തിലിട്ട് കരയ്ക്കടുപ്പിക്കുക അല്ലേ. വളരെ രസമല്ലേ നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും ഒക്കെ ആയിട്ട്. കണ്ടോ, കണ്ടോ, ഇതൊരു ഫോറിനറാണ് ഫോട്ടോ എടുക്കുന്നതാണത്. ഫോറിനേഴ്സൊക്കെ ഒത്തിരി പേരുണ്ട്. അതുപോലെ കടലിൻ്റെ മനോഹാരിത കണ്ടോ ആസ്വദിക്കുവാനും ഒക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതുപോലെ മത്സ്യത്തിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ളവരും അത് ആസ്വദിക്കുവാനും അത് കാണുവാനും ഫ്രഷായിട്ടുള്ള മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണുവാനും അതൊക്കെ ആസ്വദിക്കുവാനും ഒക്കെ ധാരാളം പേര് ആ ബീച്ചിനരികിലുണ്ട്. ഉണ്ടോ, വളരെ റിസ്ക്കുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു അവർ 12 മണിയൊക്കെ ആകുമ്പോൾ നിർത്തും. വെള്ളം ചൂടാകും, അതുപോലെ വെയിലൊക്കെ ഇല്ലേ, നല്ല വെയിലല്ലേ ഈ സമയത്ത്, അപ്പോൾ അവർ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അവർക്ക് കാലാവസ്ഥയൊന്നും അവർക്ക് നോട്ടമില്ലല്ലോ. അവർക്ക് മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ഒക്കെ അവരുടെ ജീവിതം ഇങ്ങനെയാണല്ലോ പോകുന്നത്. കണ്ടോ, ധാരാളം മീനുകളുണ്ട്, വെള്ളത്തിൽ നിറച്ച് കിടക്കുക. അതവർ മീനെ കൊണ്ടുവന്ന് അവർക്ക് വില കിട്ടും, ധാരാളം നല്ല വില കിട്ടും അവർക്ക്. അവർ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടും. കണ്ടോ, ഫോറിനേഴ്സൊക്കെ വന്ന് മീനിൻ്റെ അടുത്ത് വന്ന് മീനിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
ചില സമയത്ത് നല്ല തിരയാണ് വന്നടിക്കുന്നത്, ചില സമയത്ത് ശാന്തമാണ്. ഇത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ചെത്തി കടപ്പുറം, മത്സ്യബന്ധനം, മത്സ്യങ്ങൾ ഒക്കെ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങ് ദൂരെ ധാരാളം വള്ളങ്ങൾ കിടപ്പുണ്ട്. ദൂരെ കുറച്ച് ഇങ്ങനെ വരുന്നു, മീൻ ഇറക്കുന്നു, ലേലം വിളിക്കുന്നു, പിന്നെ അടുത്തതിനവർ പോകുന്നു. പിന്നെ പൊന്തുവള്ളങ്ങളില്ല, അത് ഭയങ്കര റിസ്ക്കാണെന്ന് തോന്നുന്നു അല്ലേ? ചെറിയ ചെറിയ വള്ളങ്ങൾ, അത് ആ തിരയോട് ചേർന്ന് ആടി ഉലഞ്ഞൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് പേടിയാവും അല്ലേ? അവർക്കിത് അവരുടെ സ്ഥിരം പണിയാണ്. കണ്ടോ? ഇത് ചെറിയ ചെറിയ മത്തികളാണ്, ചെറിയ ചെറിയ മത്തികൾ. എന്തോരം മീനുകളാന്ന് നോക്കിയിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇത് ചൂര മീനുകളാണ്. വലിയ മീനും ഉണ്ട്, ചെറിയ മീനും ഒക്കെ ഉണ്ട്. പക്ഷെ ഉള്ളി തിങ്ങ് നമുക്ക് കുറേശ്ശായിട്ട് നമ്മളുടെ വീട്ടാവശ്യത്തിന് വാങ്ങിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് കൈമറിഞ്ഞ് കിട്ടും. ഒന്നിച്ച് മേടിക്കുന്നവരുടെ നിന്ന് നമുക്ക് മേടിക്കുവാൻ പറ്റും. എന്തോരം പേരാണ് ഇങ്ങനെ കടൽ കൊണ്ട് ജീവിക്കുന്നതല്ലേ? ഒരു റിസ്കിൽ ഈ വെള്ളത്തിൽ പോയ ഒരു മീൻ പിടിച്ച് ഒക്കെ ജീവിക്കുന്നു. അതിൽ കടൽ കയറുന്നു, ഉള്ളിലേക്ക് വലിയുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി കടലാക്രമണങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ? അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ടെട്രാപോഡ് കോൺക്രീറ്റ്. അത് അരികിന് തോറും വെച്ച് കൊടുത്താൽ കരിങ്കല്ല് വെക്കുന്നതിനെക്കാട്ടി നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതിനാണ് അതവിടെ ഉണ്ടാക്കുന്നത്. പല കടപ്പുറത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും 10-12,000 പീസ് അവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് നമ്മൾ കണ്ടതിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസാണ്. കണ്ടോ? പോയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോകണം കേട്ടോ. വളരെ നല്ലതാണ്, വളരെ നമുക്ക് ആസ്വദിക്കാൻ മാത്രം ഉണ്ട് അവിടെ. ചെറിയ ചെറിയ കടകളും ഒക്കെ ഉണ്ട്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.